എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ SGOU പരീക്ഷകൾ തൊട്ടടുത്തെത്തിയല്ലേ? ഹിസ്റ്ററി ഓഫ് ഇക്കണോമിക് ഡോക്ട്രിൻസ് എന്ന ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞുതരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിന്റെ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഈ വിശകലനം അതിൻ്റെ ഒരു തുടർച്ചയായി മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെടുത്ത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു രീതി. അതിൽ നിന്ന് 100% ഉറപ്പിച്ച് പറയാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങൾ നോക്കാം. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും. ഞാൻ ഈ പറയുന്ന 4 ടോപ്പിക്കുകൾ ഒരു കാരണവശാലും വിട്ടുപോകാതെ പഠിച്ചിരിക്കണം. ഒന്നാമത്തെയാൾ നിങ്ങൾക്കറിയാം, കാൾ മാർക്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 എടുത്തു നോക്കുക. മാർക്സിന്റെ സോഷ്യലിസ്റ്റ് ചിന്തകളെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ സർപ്ലസ് വാല്യൂ തിയറി, അതായത് മിച്ചമൂല്യം. 2, ക്ലാസ് സ്ട്രഗിൾ അഥവാ വർഗസമരം. ഈ 2 കോൺസെപ്റ്റുകൾ വ്യക്തമായി പഠിച്ചാൽ മാർക്സിൽ നിന്നുള്ള എസ്സേ നിങ്ങൾക്ക് ഈസിയായി എഴുതാം. രണ്ടാമത്തെ ഉറപ്പുള്ള ചോദ്യം വരുന്നത് തോമസ് മാൽത്തസിൽ നിന്നാണ്. ഇത് ബ്ലോക്ക് 2ലെ ക്ലാസിക്കൽ സ്കൂൾ എന്ന ഭാഗത്താണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാൽത്തസിന്റെ പോപ്പുലേഷൻ തിയറി മാത്രം പഠിച്ചാൽ പോരാ. ചോദ്യം എപ്പോഴും വരുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് ഇറ്റ്സ് ക്രിറ്റിസിസംസ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തിയറിയും പഠിക്കണം, അതിനെതിരെയുള്ള വിമർശനങ്ങളും പഠിക്കണം. രണ്ടും ചേർത്ത് വെച്ചാലേ മുഴുവൻ മാർക്കും കിട്ടൂ. മൂന്നാമത്തെ ഏരിയ നമ്മുടെ ഇന്ത്യൻ തിങ്കേഴ്സാണ്. ബ്ലോക്ക് 5 ആണ് ഇതിന് നോക്കേണ്ടത്. ഇതിൽ 2 പേരെയാണ് എസ്സേക്ക് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ദാദാഭായ് നവറോജി, അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം, വളരെ പ്രധാനപ്പെട്ടതാണ്. 2, ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ സാമ്പത്തിക ചിന്തകൾ, പ്രത്യേകിച്ച് മിതവ്യത്തെയും സൂക്ഷ്മതയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്നത്തെ സാമ്പത്തിക ആസൂത്രണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നെന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എസ്സേയിലെ അവസാനത്തെ ഷോർട്ട് ടോപ്പിക് മാർജിനൽ റെവല്യൂഷനാണ്. ഇത് ബ്ലോക്ക് 4ലാണ്. ഇതിൽ നിങ്ങൾ 3 പ്രധാന ആളുകളുടെ പേരുകൾ ഓർത്തുവെക്കണം: ജെവോൺസ്, മെൻജർ, വാൾറാസ്. ഇവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? പിന്നെ പലിശയും ലാഭത്തെയും കുറിച്ചുള്ള നിയോ ക്ലാസിക്കൽ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഇത്രയും പഠിച്ചാൽ ആ 10 മാർക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം. ഓക്കെ, അപ്പോൾ എസ്സേയുടെ കാര്യം സെറ്റായി. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ പാരഗ്രാഫ് ചോദ്യങ്ങളിലേക്ക് വരാം. പലരും വിചാരിക്കും ഇതത്ര പ്രധാനപ്പെട്ടതല്ലെന്ന്. പക്ഷേ ഇവിടെയാണ് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ നഷ്ടപ്പെടാനും സാധ്യത. ഞാൻ ഈ പറയുന്ന ഒരു 5 ടോപ്പിക്കുകൾ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ഭാഗം ഫുൾ മാർക്കൂടെ ക്ലിയർ ചെയ്യാം. ഒന്നാമത്തേത്, ബ്ലോക്ക് 2വിൽ നിന്ന് JB സേ. അദ്ദേഹത്തിന്റെ 2 ആശയങ്ങളാണ് എപ്പോഴും ചോദിച്ചു കാണുന്നത്. ഒന്ന്, പ്രൊഡക്റ്റീവ് ലേബറും അൺപ്രൊഡക്റ്റീവ് ലേബറും തമ്മിലുള്ള വ്യത്യാസം. 2, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ്. ഈ 2 കാര്യങ്ങളും ഒരു പാരഗ്രാഫ് എഴുതാൻ പാകത്തിലും പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തേതും ബ്ലോക്ക് 2വിൽ നിന്ന് തന്നെയാണ്. ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് റെന്റ്, അതായത് പാട്ട സിദ്ധാന്തം. ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, ഇത് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന് കാണാം. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അടുത്തത് വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ഭാഗമാണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 2ൽ നിന്ന് ഗാന്ധിജിയുടെ സർവോദയ പ്ലാൻ. എന്താണ് സർവോദയ എന്ന ഒരു 4-5 പോയിന്റ് പഠിച്ചുവെച്ചാൽ മതി, 4 മാർക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ ബ്ലോക്ക് 1ലേക്ക് വരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഉറപ്പായും നോക്കേണ്ടത് മെർക്കന്റലിസമാണ്. എന്താണ് മെർക്കന്റലിസം? അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു 5-6 പോയിന്റുകളായിട്ട് പഠിച്ചു വെക്കുക, ധാരാളം മതി. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ അവസാനത്തേത് ബ്ലോക്ക് 4 യൂണിറ്റ് 4ൽ നിന്നുള്ള കെയ്ൻസിൻ്റെ ആശയങ്ങളാണ്. ഇതിൽ 2 പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, മൾട്ടിപ്ലയർ ഇഫക്റ്റ്. 2, അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, ഇത്രയുമായാൽ നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയയും സേഫായി. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്ന ഭാഗം. അതാണ് 1ഉം 2ഉം മാർക്കിൻ്റെ ചെറിയ ചോദ്യങ്ങൾ. ഇതിനെയാണ് നമ്മൾ സ്കോറിംഗ് ഏരിയ എന്ന് പറയുന്നത്. ചെറിയ ശ്രദ്ധ കൊടുത്താൽ ഫുൾ മാർക്കും പോക്കറ്റിലാക്കാം. നോക്കാം നമുക്ക്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി ബുക്സ് ആൻഡ് ഓതേഴ്സാണ്. ഇത് മിക്കവാറും മാച്ച് ദി ഫോളോവിംഗ് ആയിട്ടോ അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടോ വരാം. കുറച്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരും അത് എഴുതിയ ആളുടെ പേരും ബൈഹാർട്ട് ചെയ്യണം. ഉദാഹരണത്തിന് പ്ലേറ്റോയുടെ ദി റിപ്പബ്ലിക്, പിന്നെ JM കെയ്ൻസിന്റെ ദി ജനറൽ തിയറി, പിന്നെ നമ്മുടെ RC ദത്തിന്റെ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇതുപോലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വിട്ടുപോകരുത്.
രണ്ടാമത്തെ കാറ്റഗറി ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങളാണ്. ചില പ്രധാനപ്പെട്ട ടേംസ് തന്നിട്ട് വാട്ട് ഇസ് എന്ന് ചോദിക്കും. ഒറ്റവാചകത്തിൽ കൃത്യമായി ഉത്തരം എഴുതാൻ പഠിക്കണം. ഇതിലേറ്റവും കൂടുതൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചിലതുണ്ട്. ഉദാഹരണത്തിന് ആൽഫ്രഡ് മാർഷലിന്റെ കൺസ്യൂമർ സർപ്ലസ്, പിന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, നെഹ്റുവിന്റെ മിക്സഡ് ഇക്കോണമി എന്ന കോൺസെപ്റ്റ്, പിന്നെ ഫിസിയോക്രാറ്റുകളുടെ നെറ്റ് പ്രോഡക്റ്റ്. ഈ 4 എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാറ്റഗറി ഇന്ത്യൻ കോൺസെപ്റ്റുകളാണ്. ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിരിക്കും ചോദിക്കുക. 2 മാർക്കിന്റെ ചോദ്യമായിരിക്കും മിക്കവാറും. ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. 1 ഡോക്ടർ അംബേദ്കറുടെ കളക്റ്റീവ് ഫാമിംഗ് എന്ന ആശയം. 2 ശ്രീനാരായണ ഗുരുവിന്റെ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മോഡൽ. ഈ 2 ഏതെങ്കിലും ഒന്ന് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുറപ്പിച്ചാൽ തന്നെ വിജയം നിങ്ങളുടെ കയ്യിലിരിക്കും. ഇനി ഞാനീ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു രത്നച്ചുരുക്കം പറയാം. അവസാനത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു ടിപ്പ്. നിങ്ങൾ സിലബസ് മുഴുവൻ നോക്കി പേടിക്കണ്ട. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 2 ബ്ലോക്കുകൾക്കാണ്. ബ്ലോക്ക് 2 അതായത് ക്ലാസിക്കൽ സ്കൂൾ, പിന്നെ ബ്ലോക്ക് 5 ഇന്ത്യൻ തോട്ട്സ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എസ്സേ ആയാലും പാരഗ്രാഫ് ആയാലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയാലും വരുന്നത് ഈ 2 ബ്ലോക്കുകളിൽ നിന്നാണ്. ഇത് രണ്ടും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സാവും, നല്ല മാർക്കോടെ തന്നെ പാസ്സാവും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ പേപ്പർ വളരെ എളുപ്പമായിരിക്കും. നല്ല മാർക്കോടെ തന്നെ പാസ്സാവാനും പറ്റും. എല്ലാവർക്കും ഒരു ഗംഭീര വിജയം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.